രാവിലെ 11 മണിയോടെയാണ് ആളിക്കത്തുന്നതാണ്. എന്തായാലും വേഗത്തിൽ ഫയർ ഫോഴ്സ് പടർന്നത്. ആ സമയത്ത് തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ പോലീസിനെ അറിയിക്കുകയും അവർ ഈ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായാലും തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ ഫയർഫോഴ്സിനെ കൊണ്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വീടുകൾ കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് വലിയ അപകടത്തിൽ നിന്ന് ഒഴിവാകുന്ന സ്ഥിതിയുണ്ട്. ഇല്ലെങ്കിൽ വൻ അപകടത്തിലേക്ക് പോകുമായിരുന്നു. ഒരു വീട് ഉള്ളത് എന്തായാലും ഫയർഫോഴ്സ് വെള്ളം കൊണ്ട് തെളിച്ച് അതിനെ സുരക്ഷിതമായ രീതിയിലാക്കിയിട്ടുണ്ട്. അതിൽ ഏകദേശം 50 ഏക്കറിലധികം ഭാഗത്ത് തീ പടർന്നിട്ടുണ്ട്. തീ കാറ്റിനനുസരിച്ച് ആളിപ്പടരുന്ന അവസ്ഥയിലാണ്. 2017 അവസാനമായി ഈ ഭാഗത്ത് തീ കത്തിയത്. അതിനുശേഷം 2026 ഇപ്പോഴാണ് ഈ ഭാഗത്ത് തീ കത്തുന്നത്. അല്ലാതെ എയർഫോഴ്സിൻ്റെ ഭാഗങ്ങളിലും മുക്കുനിലയുടെ പള്ളിച്ചൽ ഭാഗത്തൊക്കെയാണ് മുൻകാലങ്ങളിൽ തീ പടരുന്നത്. എയർഫോഴ്സിൻ്റെ ഭാഗത്ത് തീ പടർന്നാൽ അവർ ഹെലികോപ്റ്ററിൽ വെള്ളമെടുത്ത് ഒഴിച്ച് അണയ്ക്കുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്ത് എത്തിയെങ്കിൽ മാത്രമേ അവർ എയർഫോഴ്സ് ഈ ഹെലികോപ്റ്ററിനെ ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയുള്ളൂ. ഇവിടെ എന്തായാലും ഈ ഫയർഫോഴ്സിന് എല്ലാ ഭാഗത്തും എത്താൻ കഴിയുന്നില്ല. വെള്ളം ശേഖരിക്കുന്നതിന് അവർക്ക് പരിമിതികളുള്ളത് കൊണ്ട് എന്തായാലും പൂർണ്ണമായിട്ട് തീ അണയ്ക്കാൻ കഴിയില്ലെന്നാണ് ഈ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ പറയുന്നത്. എന്തായാലും ഇത് സ്വാഭാവികമായ രീതിയിൽ കത്തി തീർന്നെങ്കിൽ മാത്രമേ തീ എന്തായാലും പൂർണ്ണമായിട്ട് അണയുകയുള്ളൂ.